ഓക്കേടാ, അപ്പൊ നമ്മളെ അടുത്ത ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ്. ഇതും അങ്ങനെ കൺസെപ്റ്റുകൾ പറയുമ്പോൾ അധികം കൺസെപ്റ്റുകളൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് കൺസെപ്റ്റേ ഉള്ളൂ. പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ചെയ്യാനുണ്ട്, ക്രിയകൾ ചെയ്യാനുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ കാൽക്കുലേറ്റർ വേണ്ടി വരും, കാരണം വലിയ വലിയ ക്രിയകളൊക്കെ ചെയ്യേണ്ടി വരും. മറ്റേ നമ്മൾ ചെയ്തു വരുമ്പോൾ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് എല്ലാവരും കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യുക ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് എക്സാമിന് സമയം തികഞ്ഞില്ല എന്നുള്ള പരാതി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരും കാൽക്കുലേറ്റർ തന്നെ ഉപയോഗിച്ച് ചെയ്യുക, തെറ്റിക്കാതെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞത് വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അതിന്റെ nth ടേം, അതായത് an എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ an തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ an ആയതുകൊണ്ട് ഇതിൽ തന്ന എല്ലാത്തിലും n എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ശരിയല്ലേ? എന്നിട്ട് അതിൽ നിന്ന് 20th ടേം കാണാനാ പറഞ്ഞത്. വളരെ സിമ്പിളാ, എന്ത് ചെയ്താൽ മതി, ആ n-ന് പകരം 20 കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഇവിടെ 20th അല്ല പറഞ്ഞത്, അതിന് പകരം 10th ടേം ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ എന്ത് ചെയ്താൽ മതി, n-ന് പകരം 10 കൊടുക്കണം. 5th ടേം ആണെങ്കിലോ n-ന് പകരം 5 കൊടുക്കണം, അത്രയേ വേണ്ടൂ. അപ്പോൾ ഇവിടെ 20th ടേം ആണ്, അപ്പൊ എന്ത് വരും, a20, അതായത് 20th ടേം ഈക്വൽ ടു 20 - 1 ഇൻറ്റു 2 - 20 ഇൻറ്റു 3 + 20 എന്ന് വരും. ദാറ്റ് ഈസ് 20 - 1 എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു -18 ഇൻറ്റു 23 എന്ന് വരും. ഇത് എത്രയെന്ന് വെച്ചാൽ ഗുണിച്ചോളുക, ഗുണിച്ച് കിട്ടുന്ന ആൻസർ എന്തോ അതാണ് ഇതിന്റെ 20th ടേം. ഓക്കെ, ഇതാണ് പറഞ്ഞത് കാൽക്കുലേറ്റർ വേണ്ടി വരുന്നത്. കണ്ട, വലിയ വലിയ സാധനങ്ങളാണ് ഗുണിക്കാനുള്ളത്. അപ്പോൾ വെരി സിമ്പിൾ. ഇനി ഇതല്ല വേറൊരു സാധനം ഇതേപോലെ nth ടേം തന്നിട്ട് അതിന്റെ 10th ടേം കാണാനാണ് പറഞ്ഞതെങ്കിലും അവിടെയും എന്ത് ചെയ്താൽ മതി, n-ന് പകരം എന്താണോ കാണുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കണേ. രണ്ടാമത്തെ ചോദ്യത്തില് a1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. a1 = എത്രയാണ്, 1 ആണ്. പിന്നെ പറഞ്ഞത് an = an-1 + 2 എന്നാണ്. അത് കണ്ടിട്ട് അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ അത് കണ്ടെത്താം. ഈ n-ന് വരെ നമുക്ക് a2 ഒന്ന് കൊടുത്തു നോക്കാം. a2 n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 2 ഉൾപ്പെടും. n-ന്റെ വാല്യൂ 2 വേണമെങ്കിൽ കൊടുക്കാം. അപ്പോ a2 എന്താ വരിക, n-ന് വാല്യൂ 2 കൊടുത്തു, അപ്പൊ a2 = an-1 എന്ന് വന്നു. അപ്പൊ എന്താവും, അത് a2 - 1 എന്ന് വരും. n-ന് വാല്യൂ കൊടുക്കും, a2 - 1. a2 - 1 എന്ന് പറഞ്ഞാൽ a1 + 2 എന്ന് വരും. ദാറ്റ് ഈസ് a2 = a1ന്റെ വാല്യൂ 1, 1 + 2 = 3. a2ന്റെ വാല്യൂ കിട്ടി, എത്രയാണ്, 3 ആണ്. ഇനി നമുക്ക് a3 കിട്ടണം. a3 കിട്ടണം. എങ്ങനെ a3 കിട്ടും? a3 എന്ന് പറഞ്ഞാൽ n-ന് പകരം 3 കൊടുക്കുക. ദാറ്റ് ഈസ് a3 = a3 - 1, അതായത് a2 + 2 എന്ന് വരും. ദാറ്റ് ഈസ് a2ന്റെ വാല്യൂ 3 ആണ്. 3 + 2 = 5. ഇനി അടുത്തത് a4 കാണണം. എങ്ങനെയാ a4 കാണുക? a4 കാണുമ്പോ n-ന് വരെ 4 അല്ലേ കൊടുക്കുക, അപ്പൊ 4 - 1 3, ദാറ്റ് ഈസ് a3 + 2 എന്ന് വരും. a3യുടെ വാല്യൂ 5 ആണ്. ദാറ്റ് ഈസ് 5 + 2 എന്ന് വരും, അപ്പോ 7 എന്ന് കിട്ടും. ഇങ്ങനെ വേണം ആ സീക്വൻസ് എഴുതാൻ. ഇതും എളുപ്പമാണ്. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് അത് കിട്ടും. ഇനി അടുത്ത ചോദ്യം. യെസ്, ഇതില് നമുക്കറിയാലോ സീക്വൻസ് ആൻഡ് സീരീസിൽ ഇപ്പോൾ GP, അതായത് ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്ന സാധനം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിന്റെ nth ടേം, അതേപോലെ അതിന്റെ സം ഓഫ് ഇൻഫിനിറ്റി തുടങ്ങിയ സാധനങ്ങളൊക്കെ ബോധ്യം വേണം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് ഫൈൻഡ് ദ 10th and nth ടേം ഓഫ് ദ GP. എന്ന് പറഞ്ഞിട്ട് GP തന്നിട്ടുണ്ട്. അപ്പൊ ആ GP കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ GP തുടങ്ങുന്നത് 5 എന്ന് പറയുന്നിട്ടാ. സോ ഫസ്റ്റ് ടേം = 5 ആണ്. ഫസ്റ്റ് ടേം = 5. ഇനി ഇതിൽ കോമൺ റേഷ്യോ കിട്ടണം. കോമൺ റേഷ്യോ r-ന്റെ വാല്യൂ എങ്ങനെ കിട്ടുക? കോമൺ റേഷ്യോ r-ന്റെ വാല്യൂ എങ്ങനെ കിട്ടുക? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്താലും കിട്ടും. അപ്പൊ ഇവിടെ സെക്കൻഡ് ടേം 25 ആണ്, ഫസ്റ്റ് ടേം 5 ആണ്. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ r = 5 എന്ന് കിട്ടും. സോ a-ന്റെ വാല്യൂ കിട്ടി, r-ന്റെ വാല്യൂ കിട്ടി. nth ടേം എഴുതണം. എന്താണ് nth ടേം? nth ടേമിന്റെ ഇക്വേഷൻ എന്താ? a × r⁻n−1. a × r⁻n−1. ശ്രദ്ധിക്കണേ. അപ്പോ a-ന്റെ വാല്യൂ 5, 5 × 5⁻n−1.
ശരിയല്ലേ? ഈ 5 എന്നുള്ളത് നമുക്ക് 5⁻1 എന്ന് എഴുതിക്കൂടെ? അപ്പൊ എന്തായി ശരിക്കും? ഇവിടെ നോക്കടാ, a⁻m ഇൻറ്റു a⁻n എന്താ? a⁻m+n ആണ്. a⁻m ഇൻറ്റു a⁻n എന്താ? a⁻m+n. അതുപോലെ തന്നെയല്ലേ ഇവിടെ ഉള്ളത് 5⁻1 ഇൻറ്റു 5⁻n−1. അപ്പോൾ 1ഉം n−1 കൂടി കൂട്ടുക. ആ സമയത്ത് എന്തായി? 1ഉം -1ഉം ക്യാൻസലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5⁻n കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5⁻n. അതാണ് അതിന്റെ nth ടേം. ഇനി 10th ടേം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള n 10 കൊടുക്കുക. സോ ഇറ്റ് ഈസ് 5⁻10. 5⁻10 ആണ് അതിന്റെ 10th ടേമിന്റെ ഇക്വേഷൻ. സോ അല്ല ആൻസർ. അപ്പോൾ അതായി. ഓക്കെ, അപ്പോൾ അത് പഠിക്കണേ. a ഇൻറ്റു r⁻n−1 ആണ് അതിന്റെ nth ടേം എന്നുള്ളത് ഓർമ്മയിൽ വരണം. ഓക്കെ, ഇനി അടുത്തത് തന്നത് വിച്ച് ടേം ഓഫ് ദ ജി പി എന്നുണ്ട് 2, 8, 32 എക്സെട്രാ അപ് ടു n ടേംസ് ഈസ് ഈക്വൽ ടു. അതായത് ഏതോ ഒരു ടേം, ആ ജി പിയുടെ ഏതോ ഒരു ടേം ഇതാണെന്ന് തന്നിട്ടുണ്ട്. 131,072 ആണെന്ന് തന്നിട്ടുണ്ട്. അത് എത്രാമത്തെ ടേം ആണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ആവശ്യം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ആ ജി പി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ജി പിയുടെ ഫസ്റ്റ് ടേം 2 ആണെന്നും ആറിന്റെ വാല്യൂ എങ്ങനെ കിട്ടും? 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണെന്നും എഴുതി വെക്കണം. സോ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 2 ആൻഡ് കോമൺ റേഷ്യോ ഇസ് ഈക്വൽ ടു 4 ആണ്. ഇനി എന്താണ് nth ടേം എന്ന് കാണാനുള്ള ഇക്വേഷൻ? a ഇൻറ്റു r⁻n−1 ദാറ്റ് ഈസ് ഈക്വൽ ടു 131,072 ആണ്. അതായത് nth ടേമിന്റെ വാല്യൂ തന്നു. ശരിയല്ലേ? സോ എക്ക് വരും വാല്യൂ കൊടുത്തോ? 2 ഇൻറ്റു 4⁻n−1 ദാറ്റ് ഈസ് ഈക്വൽ ടു 131,072 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 4⁻n−1 ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ 131,072 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ശരിയല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ് കാൽക്കുലേറ്റർ വേണം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ഇനി അരിക്കും ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിനെ അരിക്കുമ്പോൾ 6, 5, 5, 3, 2, 6, ഇവിടെ 6 ഇത്രയാണ് കിട്ടുക എന്നാണ് തോന്നുന്നത് കേട്ടാ. പിന്നെ നിങ്ങളൊന്ന് അരിച്ചു നോക്കണേ, കാൽക്കുലേറ്ററിലൊന്ന് അരിച്ചു നോക്കണേ ഇത് തന്നെയാണല്ലേ കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4⁻n−1 ഇസ് ഈക്വൽ ടു 65,536 എന്ന് കിട്ടി. ഇനി n-1ന്റെ വാല്യൂ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതാണ്. ഈ 65,536 ഉണ്ടല്ലോ, അപ്പൊ 4⁴A ഈക്വൽ ടു 4⁵B എന്ന് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? A ഈക്വൽ ടു B എന്ന് എഴുതാലോ. 4⁴Aയും 4⁵Bയും ഈക്വൽ ആണെങ്കിൽ A ഈക്വൽ ടു B എന്ന് എഴുതാലോ. അതുപോലെ ഇവിടെ 4⁻n−1 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ നമ്പർ ആണ്. ഈ നമ്പറിനെ എങ്ങനെയെങ്കിലും 4ന്റെ പവർ ആക്കി എഴുതണം. 4ന്റെ പവർ ആക്കി എഴുതണം. അതിനും ശരിക്കും കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാൽക്കുലേറ്ററിൽ ഇങ്ങനെ അടിച്ചു നോക്കുക. 4⁻2, 4⁻3, 4⁻4, 4⁻5 അങ്ങനെയൊക്കെ അടിച്ചു നോക്കുക. അപ്പോ ഏതോ ഒരു വാല്യൂ എത്തുമ്പോൾ 4⁻5ലോ 4⁻6ലോ അങ്ങനെ ഏതോ ഒരു വാല്യൂ എത്തുന്ന സമയത്ത് എന്ത് കിട്ടും നിങ്ങൾക്ക്? ഈ 65,536 കിട്ടും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? ഈ 65,536നെ 4ന്റെ പവറാക്കി എഴുതുക. 4ന്റെ പവറാക്കി എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഒറ്റയടിക്കൊന്നും അറിയില്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഒരു 5 വട്ടം 4നെ ഗുണിച്ച് നോക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 4⁵5 അതിന്റെ വാല്യൂ കാൽക്കുലേറ്റർ തരും. അത് എത്രയാണ് നോക്കുക. അത് ഇതാണോ നോക്കുക. ഇതല്ലെങ്കിൽ അടുത്ത് 4⁻6 അടിച്ചു നോക്കുക. 4⁻6 എന്ന് അതിൽ കാൽക്കുലേറ്ററിൽ അടിക്കാൻ അറിയില്ലെങ്കിൽ എന്താക്കുക? 4ന് ഒരു 6 വട്ടം ഗുണിച്ചാൽ 4⁻6 ആയി. 4 6 വട്ടം ഗുണിക്കുക. അങ്ങനെ ഏത് സമയത്താണ് അല്ലെങ്കിൽ 4ന്റെ ഏത് പവറാണ് ഈ 65,536 വന്നു നോക്കുക. ഒരു കാര്യം കൂടി മനസ്സിലായിക്കോ, നിങ്ങൾ ഈ ചെയ്തതിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് വാല്യൂ തന്നെ കിട്ടും. വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ചെയ്തു കൊടുത്ത് എവിടെ ഒരു തെറ്റുണ്ട് എന്ന് അതിനർത്ഥം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയണ ഇവിടെ ഈ 4⁸ ആണ് ഈ 4⁻n ഇതിന്റെ വാല്യൂ എന്ന് കരുതിക്കോ. ഇത് കരുതലാണ്, കറക്റ്റ് ആൻസർ നമ്മൾ പറയുന്നില്ല. ഈ 65,536നെ 4ന്റെ പവർ ആക്കി എഴുതുമ്പോ 4⁸ ആണ് എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n-1 = 8 എന്ന് എഴുതാം.
n-1 ഈക്വൽ ടു 8 എന്ന് എഴുതാം, n is equal to 9 എന്ന് എഴുതാം. ഇങ്ങനെ വേണം n-ന്റെ വാല്യൂ കണ്ടെത്താൻ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കാൽക്കുലേറ്റർ ഇല്ല ഇപ്പൊ കയ്യിൽ, അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇൻ എ GP the third term is 24. ഇതിലെ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സെന്റൻസുകൾ വായിക്കുമ്പോഴും ആ വായിക്കുന്ന സെന്റൻസിനെ നമ്മൾ മാത്തമാറ്റിക്കലി മാറ്റി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആൻസറിലേക്ക് വരും. അപ്പോ ഇൻ എ GP the third term is 24. അത് വായിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് അതിലായി, മാത്തമെറ്റിക്കലി എഴുതേണ്ട ആദ്യ ഇക്വേഷൻ അവിടെ ആയി. എന്താ ഇക്വേഷൻ? AR² ഈക്വൽ ടു 24 അല്ലെ. തേർഡ് ടേമിന് അങ്ങനെയല്ലേ എഴുതുക? nth ടേമിനെ A ഇൻറ്റു R⁻n-1 എന്ന് എഴുതും. അപ്പോ ശരിക്കും തേർഡ് ടേമിനെ എങ്ങനെ എഴുതുക? A ഇൻറ്റു R² എന്ന് എഴുതാം. സോ AR² ഈക്വൽ ടു 24. ഇനി അടുത്തത് പറഞ്ഞത് സിക്സ്ത് ടേം 192 ആണ്. അതെങ്ങനെ എഴുതും? A ഇൻറ്റു R⁵5 ദാറ്റ് ഈസ് ഈക്വൽ ടു 192 അല്ലെ. സിക്സ്ത് ടേം വന്നപ്പോ ഇതാ R⁵5 ഒന്ന് കുറവ്, തേർഡ് ടേം വന്നപ്പോ ഇതാ R² ഒന്ന് കുറവ്. ഓക്കെ, അപ്പൊ 10th ടേമിനെ എങ്ങനെയാവും എഴുതുക? A ഇൻറ്റു R⁹9 എന്ന് എഴുതും. ഒരു 50th ടേം 50ാമത്തെ ടേമിന് എങ്ങനെ എഴുതുക? A ഇൻറ്റു R⁴9 എന്ന് എഴുതും. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് കിട്ടി? ഈ രണ്ട് സെന്റൻസ് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി എന്താ കാണേണ്ടത്? നമുക്ക് 10th ടേം, അതായത് A10 ആണ് കാണേണ്ടത്. A10 കാണണം. അപ്പൊ എന്താ 10th ടേമിന്റെ ഇക്വേഷൻ? A ഇൻറ്റു R⁹9. A ഇൻറ്റു R⁹9. നോക്കടാ, ഇവിടെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ വാല്യൂ കിട്ടണ്ടേ, ആറിന്റെ വാല്യൂ കിട്ടണ്ടേ? അത് രണ്ടും കിട്ടിയാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോ അതെങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കുക. അപ്പൊ നോക്കടാ, ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ നമുക്ക്. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉമാണെന്ന് കരുതിക്കോ. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉമാണെന്ന് കരുതിക്കോ. ഇവിടെ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേ. ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എയും എയും കട്ട് ചെയ്ത് പോയി. R⁵5 ഡിവൈഡഡ് ബൈ R² എന്ന് വരും. ദാറ്റ് ഈസ് R³ എന്ന് ലെഫ്റ്റ് സൈഡിൽ വരും. റൈറ്റ് സൈഡിൽ എന്താ വരിക? 192 ഡിവൈഡഡ് ബൈ 24 ദാറ്റ് ഈസ് 8. സോ R is equal to 2 എന്ന് കിട്ടും. R³ 8 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി ഈ ആറിന്റെ വാല്യൂ കിട്ടിയത് ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? A ഇൻറ്റു 2² ഈക്വൽ ടു 24. ആറിന്റെ വാല്യൂ 2 കൊടുത്തു. ദാറ്റ് ഈസ് A ഇൻറ്റു 4 ഈക്വൽ ടു 24. ദാറ്റ് ഈസ് A ഈക്വൽ ടു 24/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. കിട്ടിയല്ലോ. അപ്പോ എന്റെ വാല്യൂവും കിട്ടി. ഇനി എന്ത് കിട്ടണം? 10th ടേം കാണണം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. എക്ക് പകരം 6 ഇൻറ്റു 2�9. കേട്ടല്ലോ. ഈ 6 നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഇൻറ്റു 2 ഇൻറ്റു 2�9. 2 ഇൻറ്റു 2�9 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2�10 കിട്ടി. ഇങ്ങനെ മാറ്റി എഴുതാൻ ഒരു കാരണമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്തോളാം. 2�10ന്റെ വാല്യൂ പഠിച്ചു വെച്ചോളാം. ഒരുപാട് ക്വസ്റ്റ്യനുകളിൽ 2�10ന്റെ വാല്യൂ അപ്ലൈ ചെയ്യാനുണ്ടാവും. 2�10 is equal to 1024 ആണ്. 2�10 is equal to 1024 കേട്ടാ. 2�10 is equal to 1024. അത് ഓർമ്മയിൽ വേണേ. അപ്പൊ ഇവിടെ ഈ 2�10ന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു 1024 എന്ന് ചെയ്യാം. ദാറ്റ് ഈസ് 3072 എന്ന് വരും. അതായിരിക്കും 10th ടേം. കാൽക്കുലേറ്റർ ഉള്ള സ്ഥിതിക്ക് 2�10ന്റെ വാല്യൂ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ എൻട്രൻസ് എക്സാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് ആവശ്യമായി വരും. അതുകൊണ്ടാണ് 2�10ന്റെ വാല്യൂ കാണാൻ പറഞ്ഞത്. സോ ഹിയർ ദ ആൻസർ ഈസ് 3072. യെസ്. ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞിട്ട് 1 + 2/3 + 4/9 അങ്ങനെ സാധനം തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാത്തമാറ്റിക്കലി എഴുതാനുള്ള സാധനങ്ങൾ കിട്ടും. എന്താണ് ഇവിടെ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കാണുമ്പോൾ തന്നെ അറിയാം അത് 1 ആ, അത് 1.
എന്താണ് ഇവിടെ കോമൺ റേഷ്യോ? കോമൺ റേഷ്യോ R is equal to 2/3 ആണ്. കോമൺ റേഷ്യോ R equal to 2/3. എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഹരിക്കുക. ദാറ്റ് ഈസ് 2/3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ റേഷ്യോവും കിട്ടി. ഇവിടെ കോമൺ റേഷ്യോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ കോമൺ റേഷ്യോ 1-നേക്കാൾ ചെറുതാണ്. 1-നേക്കാൾ ചെറുതാണ്. 2/3 ആണ്, 1-നേക്കാൾ ചെറുതാണ്. ഇനി എന്താണ് സമ്മിന്റെ ഇക്വേഷൻ? Sn is equal to A into R raised to n minus 1 divided by R minus 1. ഇതാണ് ഒരു ഇക്വേഷൻ. എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ? രണ്ടാമത്തെ ഇക്വേഷൻ A into 1 minus R raised to n divided by 1 minus R. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി എവിടെയാണ് ഇതിലൊരു ഇക്വേഷൻ ഉപയോഗിക്കുക, എവിടെ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കുക? ആറിന്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. ആറിന്റെ വാല്യൂ 1-നേക്കാൾ വലുതാണെങ്കിൽ ഈ ഇക്വേഷനും വേണം ഉപയോഗിക്കാൻ കേട്ടാ. അപ്പൊ ഇവിടെ ആറിന്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാ, കാരണം 2/3 അല്ലേ. സോ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. ആ ഇക്വേഷനിൽ കൊടുത്തോ എക്ക് വാല്യൂ 1 ആണ്. സോ പ്രത്യേകിച്ച് ഒന്നും എഴുതണ്ട, എന്നാലും എഴുതി കളയാം. 1 into 1 minus ആറിന്റെ വാല്യൂ 2/3 raised to n divided by 1 minus 2/3 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 2/3 raised to n all divided by 1 minus 2/3 എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? 1/3 എന്ന് വരും. എത്ര വരും? 1/3. ഇതായിരിക്കും ഇതിന്റെ nth ടേമിന്റെ സമ്മ്. ഇനി എന്തുകൂടി കാണാനാ പറഞ്ഞത്? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ nth ടേമിന്റെ സമ്മില് n എന്നുള്ളതിന് പകരം 5 എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടൂടാ? n എന്ന് പകരം 5 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 minus 2/3 raised to 5 all divided by 1/3 എന്ന് വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് 1 minus എന്താ 2 raised to 5? 2 4 8 16 32 32 ഡിവൈഡഡ് ബൈ 3 raised to 5 എന്താ? 3 9 27 81 243 ആണ്. 243 all divided by 1/3 എന്ന് വരും. ശരിയല്ലേ? ഇനി എന്താക്കണം? ഇതിനെ ക്രോസ് ചെയ്യണം. അപ്പോ 200 ഇത് വായിക്കുന്നുണ്ടേ. ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 243 മൈനസ് 32 ഡിവൈഡഡ് ബൈ 243 ഓൾ ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ 1/3 എന്ന് വരും. 243 32 കുറച്ചാൽ 211. 211/243 ഓൾ ഡിവൈഡഡ് ബൈ 1/3. ഇനി എന്താക്കും? 1/3 മേലേക്ക് കയറി വരും. അപ്പൊ എങ്ങനെ വരും? 211/243 ഇൻറ്റു 3/1. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുക. അത് കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് ഇത് വെട്ടിയാൽ മതി. ഇത് രണ്ടും കൂടി വെട്ടുക. അപ്പൊ 81 വരും. അപ്പൊ 211/81 എത്രയാന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ അതാണ് അതിന്റെ ആൻസർ. നിർബന്ധമില്ല, ഇങ്ങനെ ഇട്ടാലും മാർക്ക് കിട്ടും കേട്ടാ. അപ്പോൾ ഈ സമ്മിന്റെ ഇക്വേഷൻ പഠിക്കണേ. 2 തരത്തിൽ സമ്മിന്റെ ഇക്വേഷൻ ഉണ്ടാവും. ആറിന്റെ വാല്യൂ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഒന്ന്, ആറിന്റെ വാല്യൂ 1-നേക്കാൾ വലുതാണെങ്കിൽ വേറെ ഒന്ന്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3/2, 3/4 etc. are needed to give the sum 3069/512. അതാണ് ചോദ്യം. ഇവിടെ ഈ സമ്മാണ്. എത്ര ടേമിന്റെ സമ്മ കൂട്ടിയാലാണ് 3069/512 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നമുക്ക് എഴുതാം. ഫസ്റ്റ് A is equal to 3 ആണ്. എന്റെ വാല്യൂ 3 ആണ്. ഇനി ആറിന്റെ വാല്യൂ കണ്ടെത്തണം. ആറിന്റെ വാല്യൂ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇനി ഹരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ആറിന്റെ വാല്യൂ കണ്ടെത്താൻ വളരെ എളുപ്പം വേറൊരു വഴി പറഞ്ഞുതരാം. എടാ, ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമ്മൾ നോക്കിയേ. ഈ സെക്കൻഡ് ടേം 3 ആണ്, തേർഡ് ടേം 3 ആ. ഈ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 3 കിട്ടുക? 1 കൊണ്ട് ഗുണിച്ചാൽ. ഇനി 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാ 4 കിട്ടുക? 2 കൊണ്ട് ഗുണിച്ചാൽ. സോ R equal to 1/2.
കണ്ട. ഇനി വേറൊരു എക്സാമ്പിൾ ഇതാ 5/2 അടുത്തൊരു ടേം 10/20 10/20 ആണ്. ഇവിടുത്തെ കരുതാൻ പറ്റി പറയാം. ഇവിടുന്ന് 6 കണ്ടെത്താൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി? 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടുക നോക്കുക. 2 കൊണ്ട് ഗുണിച്ചാൽ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടുമെന്ന് വെച്ചാൽ 10 കൊണ്ട് ഗുണിച്ചാൽ സോ R = 2/10. ഇങ്ങനെയും എളുപ്പത്തിൽ എന്ത് കണ്ടെത്താം? 6 കണ്ടെത്താം. ഇനി അരിക്കാൻ അറിയാത്തവർ കുറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്നിട്ട് ഈ മേലിന് എന്റെ വാല്യൂ കിട്ടി, ആറിന്റെ വാല്യൂ കിട്ടി, പിന്നെ സമ്മ് പറഞ്ഞിട്ടുണ്ട് SN = 3069/512 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആറിന്റെ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആറിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാ. അപ്പൊ അതിന്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. എന്താ സമ്മിന്റെ ഇക്വേഷൻ? A × 1 - R⁻n /1 - R ആണ്. ശരിയല്ലേ? എന്റെ വാല്യൂ 3 കൊടുത്തോ. എന്റെ വാല്യൂ 3 × 1 - 1/2n /1 - 1/2 എന്ന് വരും. എന്താ 1 - 1/2? 1/2 തന്നെ. That is equal to 3069/512 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളിതാ ഈ 3നെയും 3069 വെട്ടണം. അപ്പൊ ഇവിടെ എത്ര വരും? 1023 എന്ന് വരും. 1023/512 എന്ന് വരും കേട്ടാ. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ അങ്ങൊന്നും ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? 1 - 1/2n × 512 equal to 1023 × 1/2 എന്ന് വരും. ശരിയല്ലേ? × 1/2 എന്ന് വരും കേട്ടാ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഈ 1/2 ഇല്ലടാ. 1/2നെ ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുവരുമ്പോൾ അത് 2 ആയിട്ട് മാറൂലേ? അപ്പൊ 2 × 512 എന്നാവൂലേ? ഈ 1/2 ഇപ്പുറം കൊണ്ടുവരിക, അപ്പൊ 2 ആവും. അപ്പൊ 2 × 512 എന്ന് വരും. 2 × 512 1024. അപ്പൊ ഇതെങ്ങനെ മാറി? 1 - 1/2n × 1024 equal to 1023 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി എന്താക്കണം? എന്നിന്റെ വാല്യൂ കണ്ടെത്താനുള്ള പരിപാടി കേട്ടാ. ഇനി എന്ത് ചെയ്യണം നോക്കിക്കോ. ശ്രദ്ധിച്ചിരുന്നോ? ഇനി എന്ത് ചെയ്യണം നോക്കിക്കോ. ഇനി ഇതാ അടുത്ത സ്റ്റെപ്പില് ഈ 1024 അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ എന്തായി? 1 - 1/2n equal to 1023/1024 എന്ന് വന്നു. ശരിയല്ലേ? നമുക്ക് കാണേണ്ടത് ഈ എന്നിന്റെ വാല്യൂ. സോ ആ ടേമിന് അപ്പുറം കൊണ്ടുപോവുക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്തായി? 1 - 1023/1024 equal to 1/2n എന്നായി. ഓക്കെ, ഇനിയോ ഇതിനെ ക്രോസ് ചെയ്യണം. ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് 1024 മേലെ എന്ത് വരും? ഈ 1024 ഇങ്ങോട്ട് വരും. 1024 - 1023 അതായത് 1 എന്ന് വരും. That is equal to ഇതിനെ ഈ 1/2 നമുക്ക് 1/n / 2n എഴുതി കൂടെ? 1/n വാല്യൂ 1 തന്നെ, ഇവിടെ 2n വരും. അപ്പൊ എന്തായി? 1024 എന്ന് പറയുന്നത് 2n ഈക്വൽ ആണെന്ന് വരും. നേരത്തെ പറഞ്ഞ സാധനമാണ്. 210 ആണ് 1024. കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞതാണ്. സോ n = 10 എന്ന് കിട്ടും. 1024 210 എഴുതുക. സോ n = 10. ഇത്രയേ ഉള്ളൂ. ഇതിൽ ആ നമ്പറിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നതൊക്കെ കൺഫ്യൂഷൻ ആവാനുണ്ടാവുള്ളൂ. അപ്പൊ ഒന്നും കൂടി വീഡിയോ നല്ല ഭംഗിയിൽ കാണുക. അപ്പൊ അത് മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. The sum of first 3 terms of a GP is 13/12 and their product is -1. Then find the common ratio and the terms എന്നാ പറയുന്നത്. ഇതും കുറച്ചധികം ചെയ്യാനുള്ള ചോദ്യം. 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒറ്റയടിക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. ഇവിടെ ഇതേപോലെ ഇങ്ങനെ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് കണ്ട ഒരു സാധനവും അതിന്റെ പ്രൊഡക്റ്റ് വേറൊരു സാധനമാണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇപ്പൊ ഫസ്റ്റ് 3 ടേംസ് തന്നുമ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ AR² എന്ന് കിട്ടും. ഈ രൂപത്തിൽ എടുത്താൽ ആൻസറിൽ കിട്ടൂല എന്നല്ല, കിട്ടാൻ കുറച്ച് പാടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു കാരണവശാലും ആ 3 ടേംസിനെ എങ്ങനെ എടുക്കരുത്? AR² എന്ന് എടുക്കരുത്. അതിന് പകരം ആ 3 ടേംസിനെ തൽക്കാലം A/R AAR എന്നിങ്ങനെ എടുക്കുക. AAR നോക്ക്, ഇത് GP തന്നെ അല്ലേ? നോക്ക് ഈ 3 ടേമുകൾ.
എ ബൈ ആറിനെ 6 ഗുണിക്കും, അപ്പൊ 6 കട്ട് ചെയ്ത് എ കിട്ടും. എനെ വീണ്ടും 6 ഗുണിക്കും, അപ്പൊ AR കിട്ടും അല്ലെ. അപ്പൊ അത് GPയിൽ തന്നെയാണ്, അതിൽ സംശയമില്ല. ഇനി എന്ത് പറഞ്ഞു, ഇങ്ങനെ എടുത്തതിന്റെ ഗുണം എന്താന്നുള്ളത് ഇപ്പൊ കാണാം. ഇനി എന്താ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ 3 ടേമുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 തുല്യമാണ് എന്ന് പറഞ്ഞാൽ A/R ഇൻറ്റു A ഇൻറ്റു AR എന്ന് പറയുന്നത് -1 ഈക്വലാ. 6 കട്ട് ചെയ്തു പോയി. A³ ഈക്വൽ ടു -1 ആ. എയുടെ വാല്യൂ -1 ഈക്വലാ. ഇങ്ങനെ ബൈ ആറും ഇൻറ്റു ആറും ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് എന്തായി പോയത്, കട്ട് ചെയ്ത് പോയത്. അല്ലെ എയും ARഉം AR² ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പോകില്ല, അപ്പൊ അത് കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ എടുക്കണം എന്ന് പറയുന്നത്. സോ എന്റെ വാല്യൂ കിട്ടി, A ഈക്വൽ ടു -1. ഇനി എന്ത് കിട്ടണം, കോമൺ റേഷ്യോ 6 കിട്ടണം. അതിനാണ് വേറൊരു സാധനം തന്നിട്ടുണ്ട് ഇവിടെ, സം എന്ന് പറയുന്നത് 13/12. അപ്പൊ എങ്ങനെ കാണും, A/R പ്ലസ് A പ്ലസ് AR ഈക്വൽ ടു 13/12. ശരിയല്ലേ? അതിൽ എക്ക് വാല്യൂ കൊടുക്കുമ്പോ -1/R, എക്ക് വരാം -1, then -1 into R, -R ഈക്വൽ ടു 13/12 എന്ന് വരും. ശരിയല്ലേ? ഇതിനൊക്കെ താഴത്ത് ഇങ്ങനെ /1 ഇട്ട് കൊടുത്തോ, നല്ലതല്ലേ? ഇനി അടുത്തത് ആറിനെ എല്ലാം കൂടി ഒരു സൈഡിലാക്കുക, നമ്പർ നമുക്ക് അപ്പുറം കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും, -1/R then -R/1 ഈക്വൽ ടു 13/12. ഈ -1 അപ്പുറം വരുമ്പോ +1/1. ശരിയല്ലേ? ക്രോസ് ചെയ്യുന്ന സമയത്ത് R × 1 6 ആണ്. ഇതിങ്ങോട്ട് പോയാൽ -1 - R² ഈക്വൽ ടു 12 താഴെ. ഇതിങ്ങോട്ട് പോയാൽ 13 + 12 25 എന്ന് കിട്ടും. ശരി. ഇനി ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിനങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് വരും, -12 R² ഈക്വൽ ടു 25R എന്ന് വരും. ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മണക്കുന്നില്ലേ, എല്ലാം കൂടി റൈറ്റിലേക്ക് കൊണ്ടുപോയിക്കോ. അപ്പൊ എന്തായി, 12R², ഇവിടെ ഒരു 25R ഓൾറെഡി ഉണ്ട്, +12 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക. 2 രൂപത്തിൽ സോൾവ് ചെയ്യാം. ഒന്നുകിൽ കാൽക്കുലേറ്ററിൽ വെച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ -b + (-4ac) by 2a വെച്ചിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ആറിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതായിരിക്കും കോമൺ റേഷ്യോ. 2 വാല്യൂസ് ഉണ്ടാവും, കാരണം പിന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് 2 വാല്യൂസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്ത് ആറിന്റെ വാല്യൂ കണ്ടെത്തുക, അത്രയേ ഉള്ളൂ അത്. ഇനി സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്, ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 7, 77, 777, 7777. ഇതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം, 6, 66, 666 ചോദിക്കാം, അല്ലെങ്കിൽ 5, 55, 555 അങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, എല്ലാം ചെയ്യലും ഒരേപോലെ തന്നെ, എല്ലാത്തിന്റെ ആൻസറിലും സാമ്യത ഉണ്ട്. ആകെ ഒരു നമ്പറിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം ചെയ്യും. ഇനി എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കിക്കോ. സം അല്ലേ കാണേണ്ടത്, അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം, 7 + 77 + 777 + 7777 എക്സെട്രാ അപ് ടു n ടൈംസ്. ഓക്കെ, ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു AP അല്ല, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇതൊരു GP അല്ല. GP അല്ലാത്തതിന്റെ കാരണം 7നെ 11 ഗുണിച്ചാൽ 77 കിട്ടും, 77നെ 11 ഗുണിച്ചാൽ 777 കിട്ടും എന്ന് തോന്നുമെങ്കിലും അതല്ല. ഓക്കെ, അപ്പോ ഇതെന്തല്ല, GPയും അല്ല. പക്ഷെ GPയിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ സമ്മ് കാണാൻ നമുക്ക് അറിയുള്ളൂ. പിന്നെ 10ൽ AP-യിലാണെങ്കിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും അല്ലല്ലോ. അപ്പോ ഇതിൽ ഇനി സാധ്യമായത് എന്താ, ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും എല്ലാം 7ന്റെ മൾട്ടിപ്പിളുകളാണ്. സോ 7കളെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 7 ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്ത് വരും, 1 + 11 + 111 + 1111 എക്സെട്രാ എന്നിങ്ങനെ ഉണ്ടാവും. ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. ഇപ്പോഴും ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആളുകൾ എന്തല്ല, AP-യിലോ GP-യിലോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സമ്മ് ഇപ്പോഴും എഴുതാൻ പറ്റൂല. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇതിനെ ഒന്നുകിൽ ഒരു AP-യിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു GP-യിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റിയാൽ ഇതിന്റെ സമ്മിന്റെ ഇക്വേഷൻ അറിയുള്ളൂ. അപ്പൊ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ A എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് എന്നായിരിക്കും. A എന്ന് പറയുന്ന നമ്പർ, ഈ A എന്ന് പറയുന്ന നമ്പറിനെ നമ്മളൊരു കോൺസ്റ്റന്റ് ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ
ആ എക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം 5 മൾട്ടിപ്ലൈ ചെയ്തു അതേ സെയിം നമ്പർ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിവിഷനും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതുപോലെ ഒരു സംഗതി ഇവിടെയും ചെയ്യാൻ പോവാ. എന്താ സംഗതി എന്ന് വെച്ചാൽ 7 ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും 9 കൊണ്ട് ഇൻറ്റു ചെയ്യുകയും ചെയ്തു. എന്താണ് അതിന്റെ ഗുണം എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ ഈ 7 എന്ന് പറയുന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 7 പ്രത്യേകിച്ച് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ബാക്കിയുള്ളത് അതേപോലെ തന്നെ ബ്രാക്കറ്റിൽ ഇടാം. 1 + 11 + 111 + എക്സെട്ര ഇടാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും 7/9 ഇങ്ങനെ വന്നു. ഈ 9 നമുക്ക് തൽക്കാലം ഉള്ളിലേക്ക് കൊടുത്തു നോക്കാം. അപ്പൊ എന്തായി, 9 + 99 + 999 + എക്സെട്ര ഇങ്ങനെയായി. കേട്ടല്ലോ. ഇപ്പൊ ഇത് GP-യിലായോ? 9 × 11 999. അതിനെ 11 അടിച്ചാൽ 999 കിട്ടുമോ? കിട്ടൂല. അപ്പോഴും അത് GP-യിലല്ല. പിന്നെ എന്തിനാ പഠിച്ചവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിന്തിക്കണ്ട. ഇപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തും. എന്ത് ചെയ്യണം എന്നറിയോ? അടുത്ത സ്റ്റെപ്പില് 7/9 എഴുതുന്നു. എന്നിട്ട് ശ്രദ്ധിച്ചോ, 9 പകരം 10 - 1 കൊടുത്തൂടെ? 10 - 1 പ്രശ്നമുണ്ടോ? ഇല്ല. അടുത്തത് 99 പകരം, അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എങ്ങനെ എഴുതാം? 100 - 1 എന്ന് എഴുതാം. ശരിയല്ലേ? അടുത്തത് വീണ്ടും 999 പകരം 1000 - 1 എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര. അടുത്തത് 7777 ഉണ്ടെങ്കിൽ, അല്ല 9999 ഉണ്ടെങ്കിൽ എങ്ങനെ മാറ്റാമായിരുന്നു? 10000 - 1 എന്ന് വേണമെങ്കിലും എഴുതാമായിരുന്നു അല്ലെ? അപ്പോ ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇതിന്റെ ഓർഡർ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം നമുക്ക്. അതായത് സാധാരണ 1 + 2 - 3 + 5 ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എഴുതിക്കോ. ഇതിന് ആൻസർ എന്താ? 1 + 2 3, 3 - 3 0 + 5 5 ആണ് ആൻസർ. ഇനി ഇതൊന്ന് ഓർഡർ മാറ്റി 1 - 3 + 2 + 5 എന്നാക്കി. 1 - 3 - 2 -2 + 2 0 + 5 എന്ന് പറഞ്ഞാൽ 5. ഈ ഓർഡർ മാറ്റി എന്ന് കരുതിയിട്ട് ഇതിന്റെ ആൻസറിൽ എന്ത് സംഭവിച്ചിട്ടില്ല? മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ എന്ത് മാറ്റാം? ഓർഡറിൽ ഒരു ചേഞ്ച് വരുത്താം. അങ്ങനെ ഓർഡർ ചേഞ്ച് വരുത്തി എന്ന് കരുതിയിട്ട് അതിന്റെ ആൻസറിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സോ ഓർഡറിലൊന്നും ചേഞ്ച് വരുത്തി വെക്കുക. 7/9 × 10 + 100 + 1000 + എക്സെട്ര. പിന്നെ ആരുണ്ടടാ? -1 -1 -1 എക്സെട്ര. അതുകൊണ്ട് ഇങ്ങനെയാക്കി. ഇപ്പൊ നമുക്ക് ആൻസറിലേക്കുള്ള ഒരു സാധനം അവിടെ തുറന്നു കിട്ടി. ആൻസറിൽ എഴുതാനുള്ള ഒരു സാധനം തുറന്നു കിട്ടി. നോക്കിക്കോ 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 നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഇപ്പൊ ലാസ്റ്റ് എഴുതിയ സ്റ്റെപ്പിലേക്ക് നോക്കുന്ന സമയത്ത് 7/9 അവിടെ ഉണ്ട്. 7/9 അവിടെ ഉണ്ട്. പിന്നുള്ളത് 10 + 100 + 1000 + എക്സെട്ര. ആ സാധനം ഒരു GP-യാ. അതിന്റെ ഫസ്റ്റ് ടേം 10-ആ. അതിന്റെ കോമൺ റേഷ്യോ 10-ആ. കാരണം എന്താ? 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100, 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ 1000. അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് അവിടുത്തെ സമ്മ് വരിക? അതൊരു GP ആണെങ്കിൽ എന്താ അതിന്റെ സമ്മ് വരിക? A × r⁻n - 1 ഡിവൈഡഡ് ബൈ r - 1. ഈ ഇക്വേഷൻ എടുക്കാനുള്ള കാരണം എന്താ? ഇവിടെ ആറിന്റെ വാല്യൂ 1നേക്കാൾ വലുതാണ്, 10 ആണ് എന്നുള്ളത് കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ എടുക്കുന്നത്. ഇതിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 10 × ആറിന്റെ വാല്യൂ 10⁻n - 1 ഡിവൈഡഡ് ബൈ 10 - 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ എന്തായി? ഇത്രയും സാധനങ്ങളുടെ സം നമ്മൾ എഴുതി. n ടേംസ്, അതിന്റെ സം ടു n ടേംസ് എന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ n ഉപയോഗിച്ചത്. ഇനി കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ സാധനം കൂടി ഉണ്ടല്ലോ. ഈ -1 എത്ര ഉണ്ടാവും നോക്ക്. ഇവിടെ നോക്കടാ, ഈ -1 ആദ്യമായി വന്നത് 10 - 1, അതായത് 9 എന്നുള്ള ടേമിനെ മാറ്റിയപ്പോ, അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെയാണ് ഒരു -1 വന്നത്. ഇനി 99 മാറ്റിയപ്പോഴാണ് രണ്ടാമത്തത് വന്നത്. ശരിയല്ലേ? അപ്പൊ 2 ടേം ആയപ്പോ 2 -1 വന്നു. 3 ടേം ആയപ്പോ എത്ര -1 വന്നു? 3 -1 വന്നു. 4 ടേം ആയപ്പോ 4 -1 വരും. ശരിയല്ലേ? 4 -1 വന്നാൽ എന്താ സമ്മ്? -4. 3 -1 വന്നാൽ എന്താ സമ്മ്? -3. ഇനി 10 -1 വന്നാൽ എന്താ സമ്മ്? -10. ഇവിടെ എത്ര -1കൾ ഉണ്ടാവും? ടോട്ടലി n ടേംസ് ആണ്. അപ്പോ n -1കൾ ഉണ്ടാവും. സോ ദ സം ഈസ് -n. സം എന്തായിരിക്കും? -n ആയിരിക്കും. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി വേണമെങ്കിൽ ഇതിനെ ക്രോസ് ഒക്കെ ചെയ്ത് മൾട്ടിപ്ലൈ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ തന്നെ ഇതിന് ഫുൾ മാർക്ക് കിട്ടും.
ഓക്കെ. ഇനി ഈ ചോദ്യം മാറി ഇവിടെ 6ഉം 66ഉം 666 ആണ് എന്ന് കരുതിക്കോ. ആകെ ഒരു വ്യത്യാസം ഇവിടെ 7 മാറി അതിന് പകരം എന്താവും 6 ആവുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം പോലെ തന്നെയാണ്. ഓക്കെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു നോക്കണം കേട്ടാ. എടാ അടുത്ത ചോദ്യം നോക്ക്. ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256. റിസൾട്ടിങ് സീക്വൻസ് ഈസ് എ GP എന്ന് കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? 1ന്റെയും 256ന്റെയും ഇടയിൽ 3 നമ്പറുകളെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം ഒരു GP ആണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിനെ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? തുടങ്ങുന്നത് 1ൽ നിന്ന് ഒടുങ്ങുന്നത് 256, അതിന്റെ രണ്ടിന്റെ ഇടയിൽ 3 നമ്പറുകളെ ഇൻസേർട്ട് ചെയ്യണം. അത് എക്സും വൈയും സെഡും ആണെന്ന് കരുതിക്കോ. അപ്പൊ എന്താ ഈ സാധനം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു GP ആണെന്നാണ് അർത്ഥം. ശരിയല്ലേ? ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടേം A ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇതാണ് സെക്കൻഡ് ടേം, എക്സ് ആണ് സെക്കൻഡ് ടേം, വൈ ആണ് തേർഡ് ടേം, സെഡ് ആണ് ഫോർത്ത് ടേം, 256 എന്താ? ഫിഫ്ത്ത് ടേം ആണ്. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 256 ആണ്. എങ്ങനെ നമ്മൾ ഫിഫ്ത്ത് ടേമിന്റെ ഇക്വേഷൻ എഴുതുക? A into r⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 എന്ന് എഴുതാം. എക്ക് പകരം 1 കൊടുത്തോ? 1 into r⁴ ഈക്വൽ ടു 256 എന്ന് എഴുതാം. ദാറ്റ് ഈസ് r⁴ ഈക്വൽ ടു 256 എന്ന് എഴുതാം. ഏതോ ഒരു നമ്പറിനെ ⁴ ചെയ്ത സമയത്ത് 256 കിട്ടി. ആ നമ്പർ ഏതായിരിക്കും എന്ന് എഴുതണം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്താൽ മതി എന്നറിയോ? ഈ 256നെ ഏതോ ഒരു നമ്പർ ⁴ എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റണം. അപ്പോ 4⁴ ചെയ്ത് നോക്കുമ്പോൾ 256 ആണ് നമുക്ക് കിട്ടും. 4, 16, 64, 256. അപ്പൊ 4⁴ വാല്യൂ എന്താ? 256. മാത്രമല്ല ഇവിടെ ഈവൺ പവർ ആയതുകൊണ്ട് -4⁴ ചെയ്താൽ എന്ത് തന്നെ കിട്ടുക? 256 തന്നെയാണ് കിട്ടുക. സോ ആറിന് ഒരു വാല്യൂ അല്ല ഇവിടെ ഉള്ളത്, ആറിന് 2 വാല്യൂസ് ഇവിടെ ഉണ്ട്. r ഈക്വൽ ടു +or-4 എന്ന് എഴുതാം. r ഈക്വൽ ടു +or-4 എന്ന് എഴുതാം. ഇനി എന്ത് എഴുതണം? ആദ്യം ആറിന്റെ വാല്യൂ 4 ആക്കി എടുക്കുക. when r is equal to 4. when r equal to 4, എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1നെ 4 കൊണ്ട് ഗുണിക്കുക. 1 into 4, 4. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 4. ഇനി y കിട്ടാൻ എന്ത് ചെയ്താൽ? ഈ 4നെ വീണ്ടും 4 ആയിട്ട് ഗുണിക്കുക. അപ്പൊ 16. വീണ്ടും 4 ആയിട്ട് ഗുണിക്കുക. അപ്പൊ 64. then 256. അപ്പൊ x കിട്ടി, y കിട്ടി, z കിട്ടി. ഇതേപോലെ r ഈക്വൽ ടു -4 വരുമ്പോഴോ 1 into -4, -4, then into -4 16, then into -4 64, then into -4 256. അപ്പൊ അങ്ങനെ കിട്ടി. സോ അങ്ങനെയും GP കിട്ടി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. എടാ ഇഫ് ദ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 10ൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എയും ബിയും ആണ് നമ്പറുകളെങ്കിൽ അവയുടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കിട്ടും? a + b/2. a + b/2. ആ അരിത്തമെറ്റിക് മീൻ എന്താ? 10 എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എഴുതാം a + b = 20 എന്ന് കിട്ടി. ശരിയാണല്ലോ? അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തത് അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ എന്താ? എയും ബിയും നമ്പറുകളാണെങ്കിൽ അവയുടെ ജോമെട്രിക് മീൻ എന്താണ്? √a × b ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ab = 64 എന്ന് കിട്ടും. 64 എന്ന് കിട്ടും. അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? a + b = 20 എന്ന് കിട്ടി, ab = 64 എന്ന് കിട്ടി. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഇക്വേഷൻ അറിയണം, ദാറ്റ് ഈസ് a + b/2. ജിയോമെട്രിക് മീൻ ഇക്വേഷൻ അറിയണം, ദാറ്റ് ഈസ് √ab. ഓക്കെ. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ ആവും. എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ നോക്ക്, a + b = 20 അല്ലേ? അതിൽ നിന്ന് b = 20 - a എന്ന് എഴുതി കൂടെ? b = 20 - a. അത് ഈ ഇക്വേഷനിൽ കൊണ്ടു കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? a × bക്ക് പകരം 20 - a = 64. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 20a - a² = 64 കിട്ടും. എല്ലാത്തിനും കൂടി അപ്പുറം കൊണ്ടുപോകും. അപ്പൊ എന്താവും? a² - 20a
പ്ലസ് 64 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 16 4 ആണെന്നുണ്ട് അത് കിട്ടും. ഓക്കെ, അപ്പൊ അതായി. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. The 5th, 8th and 11th term of a GPR PQ and S respectively, then show that Q square equal to PS. ആദ്യം എന്ത് ചെയ്യണം? പറയുന്ന പോലെ തന്നെ സെന്റൻസ് വായിക്കുമ്പോൾ അതിന് മാത്തമെറ്റിക്കലി എഴുതണം. ഫിഫ്ത്ത് ടേം എങ്ങനെയാണ്? ഫിഫ്ത്ത് ടേമിൽ എഴുതുക a into r raised to 4 that is equal to p എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം p ആണ്. a into r raised to 4 equal to p. Then 8th ടേം എങ്ങനെ എഴുതും? a into r raised to 7 that is equal to q. അങ്ങനെയും എഴുതാം, തെറ്റില്ല. Then 11th ടേം എങ്ങനെ എഴുതാം? a into r raised to 10 equal to s. അതും എഴുതാം. ഓക്കെ, ഇനി ഷോ ദാറ്റ് എന്താണ്? q സ്ക്വയർ ഈക്വൽ ടു ps. q സ്ക്വയർ എന്ന് പറയുന്നത് p s ന് ഈക്വൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് പി എസ് ചെയ്ത് നോക്കുക. അവിടെ പി എസ് ഇല്ലേ? പി എസ് ചെയ്ത് നോക്കുക. പി എന്നുള്ളതിന് പകരം a into r raised to 4 കൊടുക്കുക. എസ് എന്നുള്ളതിന് പകരം a into r raised to 10 കൊടുക്കുക. രണ്ടും കൂടി കൊടുക്കുമ്പോൾ a into a സ്ക്വയർ. r raised to 4 r raised to 10 എന്ത് വരും? r raised to 14 വരും. ശരിയല്ലേ? അപ്പൊ അതായി. ഇനി എന്താണ് ക്യൂ സ്ക്വയർ നോക്കിക്കോ. ക്യൂ സ്ക്വയർ ഇവിടെ r raised to 4 into r raised to 10 r raised to 14 എഴുതരുതിട്ടാ. അതിനാണ് ഇക്വേഷൻ a raised to m into a raised to n is equal to a raised to m plus n ആണ് ആ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ r raised to 14 കിട്ടും. ഇനി ക്യൂ സ്ക്വയർ എങ്ങനെ ക്യൂ സ്ക്വയർ കിട്ടും? ക്യൂവിന്റെ വാല്യൂ a into r raised to 7 അപ്പോ a into r raised to 7 all square that is equal to a square 7 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക that is r raised to 14. അപ്പൊ എന്താ? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം എന്തായി? തുല്യമായി. സോ എന്താണ് നമുക്ക് പറയാം? ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്ന് പറയാം. അത് പ്രൂവ് ആയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫോർത്ത് ടേം ഓഫ് എ ജി പി ഈസ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം. എപ്പോഴും പറയുന്ന പോലെ സെന്റൻസ് വായിക്കാൻ നേരെ മാത്തമെറ്റിക്കലി മാറ്റാ. ഫോർത്ത് ടേം ഓഫ് എ ജി പി എന്ന് പറഞ്ഞാൽ a into r cube that is equal to സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേം. എങ്ങനെ? സെക്കൻഡ് ടേമിന്റെ സ്ക്വയറിന് തുല്യമാണ്. എങ്ങനെ സെക്കൻഡ് ടേം? a into r ആണ് സെക്കൻഡ് ടേം അല്ലെ? a into r അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a into r ഓൾ സ്ക്വയർ എന്നർത്ഥം. അപ്പൊ എന്ത് കിട്ടി? എ ആർ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് കിട്ടി. ശരിയാണോ അല്ലേ? എ ആർ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ ആർ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഈ എനെയും ഇതിനും കൂടി വെട്ടുക. അപ്പൊ എന്തായി? ആർ ക്യൂബ് ഈക്വൽ ടു എ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇതും കൂടി കൊണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടി? ആർ ഈക്വൽ ടു എ എന്ന് കിട്ടി. അതായത് എന്റെയും ആറിന്റെയും വാല്യൂ അവിടെ എന്താണ്? സെയിം ആണ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇങ്ങനെ വെട്ടുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ ചെയ്താൽ മതി എന്നറിയോ? എ ആർ ക്യൂബ് ഈക്വൽ ടു എ സ്ക്വയർ ആർ സ്ക്വയർ അല്ലേ? എന്റെ ടേമിനൊക്കെ ഒരുമിച്ച് കൊണ്ടിരുന്നോ? ആറിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആർ ക്യൂബ് ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ഇത് കിട്ടുമ്പോൾ എന്തായി? ആർ ഈക്വൽ ടു എ. ഇങ്ങനെയും കിട്ടും കേട്ടോ. കൺഫ്യൂഷൻ ഉള്ളവർക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് -3 ആണ്. അങ്ങനെ ഫസ്റ്റ് ടേം -3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താ? ആർ ഈസ് ഓൾസോ ഈക്വൽ ടു -3. a ഈക്വൽ ടു -3 ആണ്. ഓൾ ആർ ഈസ് ഓൾസോ ഈക്വൽ ടു -3. ദെൻ ഡിറ്റർമിൻ ഈസ് സെവൻത്ത് ടേം. എങ്ങനെ സെവൻത്ത് ടേം കാണുക? a into r raised to 6 that is equal to -3 into -3 raised to 6 that is equal to -3 raised to 7. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, എടാ ഇനി അടുത്ത ചോദ്യം. ഇത് ശ്രദ്ധിച്ചോളണേ. ജിയോമെട്രിക് മീൻ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ചോദ്യ. നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് കാണണം. എങ്ങനെയാണ് ശരിക്കും ഇതിൽ? ഇപ്പൊ എ ബി സി ഇത് ജി പിയിലാണെങ്കിൽ, എ ബി സി എന്ന് പറയുന്ന സാധനങ്ങൾ ജി പിയിലാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ബി ഈസ് ദ ജിയോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് സി and it is given by b equal to root of a into c എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ശരിക്കും പഠിച്ചോ. എയും ബിയും സിയും ജോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ, അതായത് ജി പിയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് പറയാം. അതായത് ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് പറയാം. ബി ഈക്വൽ ടു റൂട്ട് എ സി അല്ലെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് പറയാം.
ആ രൂപത്തിൽ ഇതിനെടുത്ത് നോക്ക്. ഇവിടെ എ ബി സി എന്നുള്ളതിന് പകരം ആരൊക്കെയാ? -2/7 എക്സ് -7/2. അത് മൂന്നും ജി പിയിലാണ്. അപ്പൊ എങ്ങനെ നമുക്ക് പറയാ? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു സി എന്നല്ലേ പറഞ്ഞത്. ഇവിടെ എന്താവും? -2/7 ഇൻറ്റു -7/2. 7 7 വെട്ടി 2 2 വെട്ടി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു √1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു +or-1 എന്ന് കിട്ടി. സോ ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു +or-1. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി 3 3² 3³ എക്സെട്ര ആർ നീഡഡ് ടു ഗീവ് ദ സം 120? അത് ഇതേപോലെ ചോദ്യം നമ്മൾ ചെയ്തു. എസ് എന്നിന്റെ വാല്യൂ എന്താ? ഇവിടെ 120 ആണ്. എ ഈക്വൽ ടു 3 ആണ്. ആർ ഈക്വൽ ടു 3 ആണ്. ഇത്രയും സാധനം നമുക്ക് ആ സെന്റൻസ് നിന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കണ ആറിന്റെ വാല്യൂ 1-നേക്കാൾ കൂടുതലല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ ഏതാ എടുക്കേണ്ടത്? എ ഇൻറ്റു r⁻n−1 ഡിവൈഡഡ് ബൈ r−1 എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 എന്ന് എഴുതാം. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 3 ഇൻറ്റു 3⁻n−1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 120. ഈ 3യും 120 കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 40 വരും. ഈ 2 അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും? 3⁻n−1 ഈക്വൽ ടു 40 × 2 80 ആണ്. ദാറ്റ് ഈസ് 3⁻n ഇസ് ഈക്വൽ ടു 81 കിട്ടും. 3⁻n 81. 3⁻1 3 ആണ്. 3⁻2 9 ആണ്. 3⁻3 27 ആണ്. ആൻഡ് 3⁻4 81 ആണ്. സോ 81 നമുക്ക് 3⁻4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3⁻n. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. എന്നിന്റെ വാല്യൂ എന്താണ്? 4 ആണ്. അപ്പോൾ ആദ്യത്തെ 4 ടേമിന്റെ സമ്മ കൂട്ടി എന്ത് കിട്ടും? 120 കിട്ടുമെന്നായി. ഓക്കെ.